ഉത്തൂണ ഉത്തൂണ ഒന്ന് എണീക്കുന്നത് എത്ര നേരമായിട്ട് ഫോൺ ബലടിക്കുന്നു എണീക്ക് എണീക്കുന്ന മൃഗപാലൻ ഡോക്ടർ വിളിക്കുന്നു കുറെ നേരം എണീക്ക് നല്ലൊരു സ്വപ്നം കണ്ടോണ്ടിരുന്നതാണ് വല്ല കരടിയോ പുലിയോ കുളിപ്പിക്കുന്ന സ്വപ്നമായിരിക്കും തലയിടിച്ച ഇത് കുറെ നേരമായി ഡോക്ടർ വിളിക്കുന്നു തിരിച്ചു വിളിച്ചേ ചുമ്മാ അവധിയുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ആരും ഇപ്പൊ അവധി എടുക്കണ പുള്ളിക്ക് ഇഷ്ടമല്ല എല്ലാവരും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം ചോദിക്കുമ്പോൾ പറയും മൃഗങ്ങൾക്ക് അവധിയില്ലല്ലോ അതെന്തെങ്കിലും അവിടെ നിങ്ങൾ ഡോക്ടറെ തിരിച്ച് വിളിക്കേ ദേ സസ്പെൻഷൻ കഴിഞ്ഞുകൊണ്ട് തിരിച്ച് കയറിയുള്ള അങ്ങനെ പിണക്കാൻ നിൽക്കണ്ട വിളിക്കേ ഹലോ ഡോക്ടറെ ഓ ആ ഇല്ല അത് ചാർജിൽ ഇട്ടേക്കായിരുന്നു കേട്ടില്ല ആ ആണോ ഡോക്ടറെ ഞാനാ ആണോ അയ്യോ അതെയല്ലേ ശരി ഡോക്ടറെ ഒരുപാട് സന്തോഷം താങ്ക്സ് എന്തോ ഗോൾ അടിച്ചിട്ടുണ്ടല്ലോ ഓൻ കണ്ടറിയാം എന്താ പറ നീ പറ എന്താണ് പറ പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ സസ്പെൻഷൻ കഴിഞ്ഞിപ്പോ കയറി എനിക്കാണ് പ്രൊമോഷൻ പറ പെട്ടെന്ന് പറ ശമ്പളം വല്ലതും കൂട്ടി കിട്ടിയ ശമ്പളം വല്ലതും എന്നാ വല്ല കോഴിയും പ്രസവിച്ച് കാണും കാര്യം പറ എനിക്ക് അർജന്റായിട്ട് ഡ്യൂട്ടിക്ക് കയറണം പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാനും പറ്റുള്ളൂ 3-4 ദിവസം വീട്ടിൽ കയറണ്ടാ തന്നെ സന്തോഷമായിരിക്കും ഇതല്ലേ ഇത് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അവിടെയാണ് ത്രില്ലിങ് എന്താന്ന് പറ മാങ്കോട് പൂപ്പാറയിലെ കടുവ ഇറങ്ങി അതിനെ പിടിക്കാനുള്ള സ്പെഷ്യൽ ടീമില് ഞാനുണ്ട് നിങ്ങൾ എന്തിനാ കടുവയും പുലിയൊക്കെ പിടിക്കാൻ പോകുന്നതിന് ഫോറസ്റ്റുകാർ പിടിച്ചോളല്ലേ വനവകുപ്പുകാരുണ്ട് എങ്കിലും കടുവയെ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകണമല്ലോ അതിന് വേണ്ടിയിട്ട് ഡോക്ടർ എന്നെയാണ് സജസ്റ്റ് ചെയ്തത് അങ്ങേരോട് വന്നതാ പോവാൻ പറ ഡോക്ടർ എന്റെ അടുത്തുള്ള സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ എന്നെ സജസ്റ്റ് ചെയ്തത് എന്റെ ഉത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെ മണ്ടറായി പോലെ അങ്ങേർക്ക് ഇപ്പോഴും നിങ്ങളോട് വൈരാഗ്യം ഉണ്ടല്ലെങ്കിൽ പിന്നെ ഈ ജീവൻ മരണ പോരാട്ടം നിങ്ങളെ പറഞ്ഞു വിടുവോ നീ ചുമ്മാ ഇരുന്നാണ് എന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് ഒരു കടുവ എങ്ങനെ നേരിട്ട് കാണണോ എന്തിനാ കടുവയെ പിടിച്ച് ചുമ്മാ വെക്കാനോ ഇതത്ര ത്രില്ലിംഗ് ഒന്നുമല്ല ഉത്തോണ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പരിപാടിക്ക് സമ്മതിക്കത്തില്ല കേട്ടോ എനിക്ക് പോണ്ടേ പിന്നെ എന്റെ ഉത്തോണ വല്ല പട്ടിയുടെ പൂച്ചയുടെ കടി പോയി മേടിച്ചോണ്ട് വരുന്ന പോലെ ഇത് കടുവ മനുഷ്യ കടുവ ജീവനുള്ള കടുവ മനുഷ്യൻ ഓർത്തിട്ട് പേടിയാവുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാന്ന് വിചാരിക്കണം കേട്ടോ ജോലി പോയാലും വേണ്ടില്ല ഒരു സെക്കൻഡ് കുറച്ചുകൂടെ വേണം എന്തായാലും എടി ഒരു കാര്യം ചെയ്യ നീ ഇതിവിടെ വെച്ചിട്ടേ ഇന്നലെ വെള്ളത്തിലിട്ട് ആ കടല എടുത്തോണ്ട് പോവാ കടലയോ ഏത് കടല എപ്പ വെള്ളത്തിട്ട് നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ വൈകിട്ട് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല അതൊന്നും സാരല്ല അച്ഛമ്മ യൂണിറ്റ് ടെസ്റ്റിന്റെ പുട്ടല്ലേ നല്ല സോഫ്റ്റ് പുട്ടായതുകൊണ്ട് എല്ലാവരും പഞ്ചസാര ഇട്ട് നല്ല വലിച്ചു വരെയും കഴിച്ചോളൂ കഴിച്ചാ മതി എടി ആശയ നിന്റെ ഭർത്താവിന് ഇത് എന്തിന്റെ കേടാടി അച്ഛൻ എപ്പോഴും അഡ്വഞ്ചറസ് അല്ലേ ഇനിയിപ്പോ എന്താ കടുവയുടെ വാഴ മുന്നിലോട്ട് ഇന്ന് ചാടി കൊടുക്കുമ്പോ അവന്റെ അഡ്വഞ്ചറൊക്കെ മാറിക്കോളൂ ഈ ചെറുക്കൻ ഇത് എന്ത് ഭാവിച്ചാന്നാ എനിക്ക് മനസ്സിലാകാത്തത് നീ വേഗം ചെന്ന് റെഡിയാവോ എന്തെങ്കിലും ഡ്രസ്സ് മാറുന്നു അച്ഛനല്ലേ കടുവയെ പിടിക്കാൻ പോണേ ഞാൻ ഡ്രസ്സ് മാറുന്നേ ഉത്തോണ്ടനെ കടുവയെ പിടിക്കാൻ പോവാണെങ്കിൽ ഞാനിപ്പോ എന്റെ വീട്ടിൽ പോവാ അതെന്തുവാടി നീ പറയുന്നത് നീ പിള്ളേരും കൂട്ടി എപ്പോഴും വീട്ടിലോട്ട് ഓടിയോ ഇതിന് വല്ല സൊല്യൂഷനും ആവോ അപ്പൊ ഞാൻ പറയുന്നതിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരാളുടെ കൂടെ ഞാനിവിടെ ജീവിക്കേണ്ട കാര്യം ഉണ്ടോ അതിന് വല്ല എന്റെ വീട്ടിൽ പോയി നിൽക്കുക എടി നീ സമാധാനപ്പെട് ഞാനും അച്ഛനും കൂടെ അവനോടൊന്ന് സംസാരിക്കാം ആശേ ആര് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാ പിന്നെ ചെറുക്കന്റെ നിർബന്ധ ബുദ്ധി മാറ്റാൻ പറ്റുമോന്നൊന്നും അറിയണമല്ലോ നീ പുട്ടൊന്ന് അടുപ്പിലോട്ട് വെച്ചേ അമ്മ അച്ഛൻ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ അവിടുത്തെ കടുവ പിടിച്ച് ടേസ്റ്റ് ചെയ്യുമ്പോ ആ സൂക്കടങ്ങ് മാറിക്കോളും എന്റെ പൊന്നമ്മ അച്ഛൻ ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ പോകുന്നത് അവരുടെ ഫുള്ള് ടീമില്ല അവരുടെ ഇടി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൂട്ടത്തിൽ ഭയങ്കര മൃഗസ്നേഹം എന്ന് പറഞ്ഞ് ചാവാൻ നിൽക്കുന്നത് നിന്റെ അച്ഛനാ കടുവ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറും അല്ല അമ്മ നമ്മൾ ശരിക്കും അമ്മയുടെ വീട്ടിൽ പോവാ നിനക്ക് സൗകര്യം ഉണ്ടാവുന്ന മതി ഞാൻ എന്തായാലും പോവാ ഞാൻ വരുന്നില്ല വേണ്ട പോ കടുവ പിടിക്കാം